ഹലോ, നമ്മുടെ ഡൽഹി സീരീസിലെ മൂന്നാമത്തെ വ്ളോഗാണിത്. ഇനി മുമ്പുള്ള വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഡൽഹിയെക്കുറിച്ചുള്ള ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇനി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ രാജധാനിയായ ഡൽഹിയുടെ വഴിയോര കാഴ്ചകൾ, അതായത് ഡൽഹി ഫുൾ ഇങ്ങനെ ലാഷ് ഗ്രീനറിയാണ് കേട്ടോ. ഏത് സൈഡിലൂടെ, ഒരു റോഡ് സൈഡ് മാത്രമല്ല, ഫുൾ ഡൽഹി ഫുൾ ഇങ്ങനെ തന്നെയാണ്. അത്രമാത്രം ചെടികളും മരങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ ഓരോ റോഡ് സൈഡും. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് മാത്രമല്ല, നോർത്തേൺ സ്റ്റേറ്റ്സ് എന്നാണ് സദേൺ സ്റ്റേറ്റ്സിനേക്കാൾ കൂടുതൽ ചെടികളും കാര്യങ്ങളും മരങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റുകളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഈവൻ രാജസ്ഥാനും പോലും നിറച്ച് മരങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലല്ല കേട്ടോ, നോർത്തിലേക്കാണ് കൂടുതൽ പച്ചപ്പുള്ളതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇത് കേരള ഹൗസിൽ വന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് 1.5 മാസത്തോളമായി നമ്മൾ ഇപ്പോൾ പഞ്ചാബിലേക്ക് ഇങ്ങ് പോന്നിട്ട്. അതുകൊണ്ട് ശരിക്കും നമ്മുടെ ഭക്ഷണത്തിൻ്റെ വില അറിഞ്ഞ നാളുകളായിരുന്നു കേട്ടോ. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെയും രാഷ്ട്രപതി ഭവൻ്റെയും ഒക്കെ വീഡിയോസ് ചെയ്തിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ രാവിലത്തെ വ്യൂ വന്ന് കണ്ട് അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ടേ ബാക്കി എന്തും പണികൾ, കാരണം അത്രമാത്രം ഭക്ഷണത്തിന് മടുത്തിരുന്നു കേട്ടോ. ഇതാ കാണുന്നത് എന്താണെന്നറിയോ, മെട്രോയാണ്. നമ്മുടെ ഈ പുറം രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ ഒരു എയർപോർട്ടൊക്കെ ഫീലിങ്ങിൽ, അതേ ആ ഒരു സ്റ്റൈലിലും കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ബ്രില്യൻ വർക്കാണ് കേട്ടോ നമ്മളുടെ മെട്രോ ചെയ്തു വെച്ചിരിക്കുന്നത്. ശരിക്കും അണ്ടർഗ്രൗണ്ടിലൂടെയും ഒക്കെ ആയിട്ട് ഫുൾ കണക്റ്റഡാണ് ഡൽഹി മെട്രോ ആയിട്ട്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. ഇത് ഇസ്കോൺ ടെമ്പിളാണ് അടുത്ത് വന്നിരിക്കുന്നത്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും ഭഗവത്ഗീതയുടെയും ഒക്കെ പ്രചാരണത്തിനായിട്ട് രാജ്യത്തുടനീളം ഇതുപോലെ ഒരുപാട് അമ്പലങ്ങൾ, ഇസ്കോണിൻ്റെ പേരിലുള്ള ഒരുപാട് അമ്പലങ്ങളുണ്ട്. അപ്പം ഇത് ഭംഗിയുള്ള ഒരു അമ്പല കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഓരോ യാത്രകൾ ചെയ്യുമ്പോഴും ഉണ്ടല്ലോ, നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ബാക്കി രാജ്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യത്തെ കമ്പയർ ചെയ്യും, ക്ലെൻലിനെസ്സിലാണെങ്കിലും ആ ഒരു സിവിലൈസേഷൻ എല്ലാ കാര്യങ്ങളിലും. പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള സിറ്റിസൺസ് തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ തടയുന്നതെന്നുള്ളത്. അതായത് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ശരിക്കും മറ്റ് രാജ്യങ്ങളുമായി കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ എല്ലാ ഡെവലപ്മെൻറ്റ്സും നമ്മുടെ രാജ്യത്ത് നടത്തുന്നുണ്ട്. ഈവൻ നമ്മൾ ട്രെയിനിലാണെങ്കിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ രാജ്യത്തുള്ള പൗരന്മാർ ഒരിക്കലും ആ വൃത്തിയും കാര്യങ്ങളും അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഒന്നാമത് നമ്മളത് പഠിക്കുന്നില്ല എന്നുള്ളതായിരിക്കാം സത്യത്തിലുള്ള ഒരു കാര്യം. ആ ഒരു മാനേഴ്സ് നമുക്ക് ഇല്ല എന്നുള്ളത് തന്നെയാണ്. ബാക്കി രാജ്യത്തെ പുകഴ്ത്തുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് തടയിടുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിൽ പോകുമ്പം ദയവ് ചെയ്ത് നമ്മൾ പോകുന്നവർ നമ്മുടെ രാജ്യമാണ്, നമ്മുടെ രാജ്യത്തെ നിലനിർത്തേണ്ട നമ്മളാണെന്നുള്ളൊരു പൗരബോധത്തോടു കൂടി വേണം യാത്ര ചെയ്യാനും അതിനെ സൂക്ഷിക്കാനും ഒക്കെ കേട്ടോ. അങ്ങനെ കഥ പറഞ്ഞതാണ് നമ്മൾ കുത്തബ് മീനാറിലെത്തി. അതായത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള അടുത്ത ഡൽഹിയിലെ മെയിൻ ആയിട്ടുള്ളൊരു മൊനുമെൻ്റാണ്. ഓരോ മൊനുമെൻറ്റ്സും ഈ പറയുന്ന പോലെ ഓരോ വിജയത്തിൻ്റെയും വെട്ടിപ്പിടുത്തത്തിൻ്റെയും പരാജയങ്ങളുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് അല്ലേ. ഇത് മുസ്ലിം ഡൈനാസ്റ്റി നമ്മുടെ രാജ്യത്ത് വന്നതിൻ്റെ ഒരു സന്തോഷ സൂചകമായിട്ട് അവർ ചെയ്തെടുത്ത അതായത് അറബിക് രീതിയിലാണ്, ഒരു മുസ്ലിം ഇന്തോ രീതിയിലുള്ള വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എത്രയോ ഭംഗിയിലാണ് ഈ ഓരോ മൊനുമെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ശില്പികളും കാര്യങ്ങളുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓരോ ഭാഗവും നമുക്ക് എടുത്ത് നോക്കിയാലുണ്ടല്ലോ, അതിലെ ആ വർക്കുകളും കാര്യങ്ങളും കാണുമ്പോൾ നമ്മൾ തന്നെ അന്തം വിടും കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്ന്. ഇതിൻ്റെ രാത്രി വ്യൂ തന്നെ നിങ്ങൾ പറ്റിയാൽ പോയി കാണണം കേട്ടോ. ഇത് 9 മണി വരെയുണ്ട്, ഈ മൊനുമെൻ്റ് മാത്രം 9 മണി വരെയുണ്ട് രാത്രിയിൽ. ശരിക്കും അത് കാണുമ്പോൾ ഒരു അറബി വേൾഡിലെത്തുന്ന പോലെ നമുക്ക് തോന്നും. ആ ഒരു മഞ്ഞ ഇഷ്ടിക, ആ കല്ലിൽ ഇങ്ങനെ ആ ലൈറ്റൊക്കെ തട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അലാവുദ്ദീനും അത്ഭുത വിളക്കിലും ഒക്കെ ചില അറബിക് വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു മായിക ലോകം പോലെയാണ് ഇതിനെ തോന്നുന്നത്. ശരിക്കും ഭയങ്കര ഭംഗിയാണ് ഇതിനകത്ത്. ആ ഒരു കുത്തബ് മീനാർ, വലിയ മിനാറുണ്ട്, അതുപോലെ തന്നെ ആ ഇരുമ്പ് സ്തൂപം, പിന്നീട് ഇവിടെ ഒരു അലാവുദ്ദീൻ ഖിൽജിയുടെ ശവകുടീരമുണ്ട്. അങ്ങനെ ഒരു തകർക്കപ്പെട്ട മസ്ജിദിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. പക്ഷേ എന്നിട്ട് പോലും അതിൻ്റെ ബ്യൂട്ടി, കാര്യങ്ങൾ നമ്മൾ കണ്ടിരിക്കേണ്ട ശരിക്കും ഡൽഹിയിലെ ഓരോ മൊനുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ്. എല്ലാവർക്കും ഇവിടെ പോകാനായിട്ട് പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ശരിക്കും ആ ഭംഗിയും കാര്യങ്ങളും അന്നത്തെ ഒരു കാലത്ത് ഇവർ ചെയ്തിരിക്കുന്ന ആ വർക്കുകളും കാര്യങ്ങളും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. എത്ര ഭംഗിയായിട്ട്, എത്രയോ കഴിവുള്ളവരാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന്
പറയുന്നത് ശരിക്കും അതിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണെന്നേ ഞാൻ പറയുള്ളൂ. അതിനൊന്നും നശിപ്പിക്കാതെ ഇനിയുള്ള തലമുറയ്ക്കും ഇതൊക്കെ കാണാനായിട്ട് ഇങ്ങനെയൊരു വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുമെന്തോ അറിയില്ല കേട്ടോ. ഓരോ കാലഘട്ടവും നമുക്ക് സമ്മാനിക്കുന്ന വ്യത്യസ്ത അനുഭവങ്ങളും കാഴ്ചകളും ഒക്കെയാണ് അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മളെല്ലാവരും കൊതിക്കുന്ന താജ്മഹലിലേക്കുള്ള യാത്രയാണ്. കാണാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അതുപോലെ ഡൽഹി യാത്രയ്ക്കുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡൻസ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതിന് ശേഷം. ഓക്കെ, ബൈ.